ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. ആഘോഷങ്ങൾക്ക് എപ്പോഴും വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും അല്ലേ? അപ്പം ഈ ക്രിസ്മസ് ഏറ്റവും രുചികരമാക്കാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കള്ളപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്, അതായത് നമ്മുടെ നെല്ല് കുത്തി തവിട് കളയാത്ത അരിയാണ്. ഇനി ഈ അരിയിലേലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ പച്ചരി ആയാലും എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 6 മുതൽ 8 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വെക്കണം, അതായത് കുതിരാൻ വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് ആട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് കുതിരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഇത് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അന്ന് കുറച്ച് കുറുക്കി എടുക്കണം. കപ്പി കാച്ചുക എന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇത് കുറുക്കി എടുക്കാമെന്ന് കേട്ടോ പറയുക. അപ്പോൾ അതിൽ നിന്നൊരു 2 തവി അരിയെടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പേ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ്. തിളപ്പിച്ച് നന്നായി കുറുക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നന്നായി വെന്ത് വരും. അപ്പോൾ വെള്ളം അങ്ങ് വറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായി ഇളക്കി, കൈ എടുക്കരുത് കേട്ടോ, നന്നായി ഇളക്കി ഇത് നന്നായി തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ നമ്മൾ ഈ കപ്പി കാച്ചി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കുറുക്കി ചേർക്കുമ്പം നമ്മൾ സാധാരണ അരി ആട്ടുന്ന സമയത്ത് കുറച്ച് ചോറ് ചേർക്കാറുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ ആ ചോറ് ചേർക്കുമ്പോൾ അത് പച്ചയോടെയല്ലേ ചേർക്കുന്നത്. ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി നല്ല കുറച്ച് ഒന്ന് മയമാകാനും സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറുക്കി ചേർക്കുന്നത് കേട്ടോ. ഇനി ബാക്കി അരി നമുക്ക് ആട്ടിയെടുക്കാതെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക, നമ്മൾ കുറുക്കി വെച്ചത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ 2 തേങ്ങ ആണ് ചിരണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. തേങ്ങയൊക്കെ നന്നായി ചേർക്കണം, എന്നാലേ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 150 ഗ്രാം ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം, പെരുംജീരകം അല്ല, നല്ല ജീരകം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മൾ നേരത്തെ കുറുക്കി എടുത്ത് വെച്ചിട്ടില്ലേ, അതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കള്ളപ്പം അല്ലേ, കള്ളില്ലാണ്ട് എന്ത് കള്ളപ്പം അല്ലേ? ഇതൊരു 1/2 ലിറ്റർ കള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല മൂത്ത കള്ളാണ്, മൂത്ത കള്ളില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തേക്കുന്നത് തേങ്ങാവെള്ളമാണ് കേട്ടോ. നമ്മൾ 2 തേങ്ങ പൊട്ടിച്ചതിൻ്റെ ആ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കള്ളില്ലെങ്കിലും കള്ളപ്പം ഉണ്ടാക്കി എടുക്കാം. അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ കള്ള് മൊത്തമായിട്ട് എടുക്കുന്നില്ല, ഈ തേങ്ങാവെള്ളവും കള്ളും കൂടെ ഒരു 1.5 ഗ്ലാസ് അത്ര എടുക്കുന്നുള്ളൂ. ഇത് നല്ല മൂത്ത കള്ളാണ്, അപ്പോൾ കൂടുതൽ പുളി വരും. അതുകൊണ്ട് ഞാനൊരു 1.5 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഈ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് 2-3 ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ, എല്ലാം കൂടെ ഒന്നിച്ച് പറ്റില്ല. അപ്പം ആദ്യം അരി മാത്രം അരച്ചെടുക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ കള്ളും തേങ്ങാവെള്ളം കൂടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചില്ലേ, അതാണ് വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് അരി അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലെ മാവും ചൂടാവും. അങ്ങനെ ചൂടാവരുത്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്കാണ് നമ്മൾ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒത്തിരി നൈസായിട്ടല്ല, ചെറുതായിട്ടൊരു തരി. നമ്മൾ കൈ പിടിച്ച് നോക്കുമ്പോൾ നൈസാണ്, എന്നാൽ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അരയാനുള്ള വെള്ളം മാത്രം ചേർത്തിട്ടാണിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അടുത്ത ബാച്ചും കൂടെ അരച്ചെടുക്കാവേ. ഇത് 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാവ് ചൂടായിട്ടുണ്ടെങ്കിൽ മറ്റേ പാത്രത്തിൽ വെള്ളം ഉള്ളതുകൊണ്ട് അതങ്ങ് ഇത് തണുത്തോളും, ചൂടായി പോകരുത്. ഇനി നമുക്ക് ഈ ഉള്ളിയും തേങ്ങയും ഒക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയും ഉള്ളിയും ഒക്കെ നന്നായി ചേരുമ്പോഴാണ് കള്ളപ്പത്തിന് നല്ല കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ.
ഈ കാര്യത്തിൽ നമ്മൾ തേങ്ങയിൽ പിശുക്കൊന്നും കാണിക്കണ്ട. ഒരു 150 ഗ്രാമോളം ഉള്ളിയുണ്ട്. വെളുത്തുള്ളി അത്ര എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ 1/3 ഭാഗമൊക്കെ എടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കേട്ടോ ആ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റിങ് വരുള്ളൂ. കള്ളിൻ്റെ മണവും അതുപോലെ തന്നെ അതൊക്കെ കൂടി ചേരുമ്പോഴാണ് കള്ളപ്പത്തിന് ഒറിജിനൽ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ കപ്പി കാച്ചിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് കുറുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചോറ് ചേർത്താൽ മതി. പക്ഷെ കപ്പി കാച്ചി കുറുക്കി എടുക്കുന്നതിനാണ് കറക്റ്റ് ടേസ്റ്റ് ഉള്ളത്. മറ്റേത് ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാൻ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചോറ് ചേർത്താൽ മതി. തേങ്ങ നമ്മൾ 2 ബാച്ചായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ 1.5 ഗ്ലാസ് കള്ള് മാത്രമേ എടുത്തിട്ടുള്ളൂ അരയ്ക്കാൻ. ഈ കപ്പ് ഞാൻ കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നമുക്കിത് പൊന്തി വന്നതിന് ശേഷം രാവിലെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അതുപോലെ തന്നെ ഈസ്റ്റും ചേർക്കുന്നില്ല. കള്ള് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. കള്ളും പുളിപ്പിക്കുന്ന സാധനമാണ്, അപ്പോൾ അതിൻ്റെ പുളി ആയിക്കോളും. പിന്നെ ഈസ്റ്റ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി കള്ളില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സാധാരണ നമ്മൾ അപ്പത്തേക്കിനൊക്കെ അരച്ച് വെക്കുന്ന പോലെ ഈസ്റ്റ് ചേർത്താൽ മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇത് ഒത്തിരി ലൂസാകരുത്. നമ്മൾ അപ്പത്തിനും ദോശയ്ക്കൊക്കെ വെക്കുന്ന പോലെ കുറച്ച് തിക്കായിട്ട് തന്നെ വെക്കണം. ഇതൊരു 10 മുതൽ 12 മണിക്കൂർ വരെ ഇത് പുളിക്കാൻ വെക്കണം കേട്ടോ. ഇത് വയനാട്ടിൽ ഇച്ചിരി തണുപ്പായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. നാട്ടിലേക്ക് ഒരു പക്ഷേ കുറച്ചും കൂടെ വേഗം ആവും കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇത് മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാനൊരു 10 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തവിയും കൊണ്ട് ഇളക്കാം, അങ്ങനെ ഇളക്കാം. കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കണമെങ്കിൽ അങ്ങനെയും യോജിപ്പിക്കാം. നമ്മൾ സാധാരണ ദോശമാവൊക്കെ പെട്ടെന്ന് പുളിച്ച് പൊന്തൂലേ, അതിനേക്കാളും കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. രാവിലെ നോക്കുമ്പോൾ അയ്യോ അപ്പം പുളിച്ചില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ആരും ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. അത് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് അടുപ്പിൻ ചോട്ടിലേക്കൊന്ന് വെച്ചാൽ മതി. കുറച്ച് നേരം കൊണ്ട് തന്നെ അത് പൊന്തിക്കോളും. നമുക്കത് ചുട്ടെടുക്കാവേ. ദോശക്കല്ല് വെച്ച് കള്ളപ്പത്തിൻ്റെ ഒരു വലിപ്പം അറിയാലോ, ചെറിയ അപ്പാണ്. ആ ഒരു ഷേപ്പിൽ തന്നെ ചുട്ടെടുക്കാം. വലിപ്പത്തിൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി എടുക്കരുത്. ആ ഒരു ഷേപ്പൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അതുപോലെ രാവിലെ പുളിച്ച് നമ്മൾ ഇത് പാത്രം തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണമെന്നറിയാവോ. നല്ല മിക്സിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് അപ്പം ചുട്ടെടുക്കാം. 2 വശവും തിരിച്ചു മറിച്ചു വിടണം. അതുപോലെ തന്നെ മൂടി വെച്ചിരിക്കണം കേട്ടോ. വേഗം കാണിക്കുന്നുണ്ടെന്നേ ഉള്ളേ. അങ്ങനെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ. ഒരു കാസറോളിലേക്ക് ചൂടോടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഒറിജിനൽ കള്ളപ്പം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ